മലപ്പുറം പള്ളിപ്പുറത്ത് 4 ദിവസം മുൻപ് കാണാതായ യുവാവിനെ ഇനിയും കണ്ടെത്താനായില്ല. ഇന്ന് വിവാഹിതനാകേണ്ടിയിരുന്ന വിഷ്ണുജിത്തിനെയാണ് കാണാതായത്. 4-ാം തീയതി പാലക്കാട്ടേക്ക് പോയ വിഷ്ണുജിത്തിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. പോലീസ് അന്വേഷണം തുടരുകയാണ്. ഇന്ന് വിവാഹാഘോഷം നടക്കേണ്ട വീടാണിത്. വരനായ വിഷ്ണുജിത്തിനെ കാണാനില്ലാത്തതിനാൽ എല്ലാവരും ദുഃഖിതരാണ്. 8 വർഷം പ്രണയിച്ച യുവതിയെ വിവാഹം കഴിക്കാൻ പോകുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു വിഷ്ണുജിത്ത്. വിവാഹ ചെലവുകൾക്ക് പണം വാങ്ങാനായി പാലക്കാട് പുതുശ്ശേരിയിലെ സുഹൃത്തിന്റെ അടുത്തേക്ക് ഈ മാസം 4-ന് പോയതാണ്. പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. ഫിനാൻഷ്യലി കുറച്ച് ടൈറ്റ് ആയിരുന്നു. അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു. ബാക്കി അവന് ക്യാഷ് കുറച്ച് കളക്ട് ചെയ്യാനുണ്ട്. അപ്പൊ അവിടെ പോയതിന് ശേഷമാണത് പറയണത്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അവൻ അതിനാണ് പോയതെന്ന് അറിയില്ലായിരുന്നു. രാവിലെ സാധാ ഡ്രസ്സിൽ ബാഗൊന്നും എടുക്കാണ്ട് അങ്ങനെ ഒരു പാലക്കാട് പോണ ഒരു ഇതിലല്ല പോയത്. 4-ാം തീയതി രാത്രി 8 മണിയോടെ വിഷ്ണുജിത്ത് കുടുംബത്തെ ബന്ധപ്പെട്ടിരുന്നു. അന്ന് ബന്ധുവീട്ടിൽ താമസിക്കുമെന്നും അടുത്ത ദിവസം മടങ്ങിവരുമെന്നാണ് വിഷ്ണുജിത്ത് പറഞ്ഞത്. പിന്നീട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി. വിഷ്ണുജിത്തിന്റെ പക്കൽ സുഹൃത്ത് നൽകിയ 1 ലക്ഷം രൂപയുണ്ടായിരുന്നു. പാലക്കാട് നഗരത്തിലെത്തി പുതുശ്ശേരിയിലേക്ക് തിരിച്ചുപോയത് എന്തിനാണെന്ന് വ്യക്തമല്ല. ചെറിയ പ്രശ്നങ്ങളുണ്ടെന്നും ഇത് പരിഹരിച്ചു വരാമെന്നുമാണ് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോട് പറഞ്ഞത്. പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് നമുക്കറിയില്ല. പക്ഷെ ഇപ്പൊ ലാസ്റ്റ് വിളിച്ചപ്പോ അവനെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടീനെ വിളിച്ചപ്പോ അവൻ പറഞ്ഞിട്ടുണ്ട് എന്തോ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്, അത് തീർത്തിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. തിരോധാനത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം പറയുന്നു. മലപ്പുറം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. അന്വേഷണത്തിന് 2 ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയതായി മലപ്പുറം SP അറിയിച്ചു. മീഡിയ 1 മലപ്പുറം.